2024 ഒക്ടോബർ 7 വലിയ സംഭവങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി. ഹമാസ് ഭീകരാക്രമണത്തിൻ്റെ 1ാം വാർഷികമെന്ന നിലയിൽ വലിയ ഒരു രക്തച്ചൊരിച്ചിൽ കണ്ട് വാർത്തകൾ സൃഷ്ടിക്കാം എന്ന് വിചാരിച്ചിരുന്ന മാധ്യമ ലോകം നിരാശരായി. തങ്ങൾക്ക് നഷ്ടപ്പെട്ട തങ്ങളുടെ ബന്ധുക്കളെ ഓർത്ത്, മുറിവേൽപ്പിക്കപ്പെട്ട മനുഷ്യരെ ഓർത്ത്, മുറിവേൽപ്പിക്കപ്പെട്ട സ്വന്തം സഹോദരങ്ങളെ ഓർത്ത്, മാനഭംഗപ്പെട്ടവരെ ഓർത്ത് ഇസ്രായേലിലെ ജനം ഇന്നലെ വിലപിച്ചു. വിലപിക്കുമ്പോൾ പോലും അവർക്ക് ഒരു കുടയായി സംരക്ഷണത്തിന് വേണ്ടി വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ആകാശത്ത് പറക്കേണ്ടി വന്നു. കാരണം ഭീകരർ തങ്ങളുടെ കരങ്ങൾ ഇനിയും തീർത്തും ഒടിഞ്ഞു പോയിട്ടില്ല, മുറിഞ്ഞു പോയിട്ടില്ല എന്ന് സൂചിപ്പിക്കുവാനായി, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുവാനായി ഗാസ സ്ട്രിപ്പിൽ നിന്നും ലെബനോനിൽ നിന്നും മിസൈലുകൾ അയച്ചു കൊണ്ടേയിരുന്നു. പല മിസൈലുകളും ഇന്നലെ ഇസ്രായേൽ പതിച്ചു. റോക്കറ്റുകളാണ്, മിസൈലുകൾ എന്ന് പറയാൻ പറ്റുന്ന റോക്കറ്റുകളാണ്. ഒരു ആൾ മരിച്ചതായി വിവരമുണ്ട്. വേറെ വലിയ കാഷ്വാലിറ്റീസ് ഇല്ല. എങ്കിൽ പോലും ഭീകരത ഇപ്പോഴും പണം വിടർത്തിയാടുന്നു എന്നുള്ളതാണ് സത്യം. നമ്മളുടെ നാട്ടിലെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഗാസ സ്ട്രിപ്പിൽ കൊല്ലപ്പെട്ട മനുഷ്യരെക്കുറിച്ച്, അതിനു മുൻപ് ജെറുസലേമിൻ്റെ അതിർത്തികൾ ഭേദിച്ച് കടന്നു കയറിയ ഭീകരർ കൊലപ്പെടുത്തിയ 1139 പേരെക്കുറിച്ച്, അവിടെ മാനഭംഗപ്പെടുത്തിയ സ്ത്രീകളെക്കുറിച്ച്, പെൺകുട്ടികളെക്കുറിച്ച്, അവിടെ തെരുവിൽ ചിത്രവധം നടത്തപ്പെട്ട കുഞ്ഞുങ്ങളെക്കുറിച്ച്, അവിടെ അപമാനിക്കപ്പെട്ട കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒരക്ഷരം പോലും പത്രങ്ങളിൽ കണ്ടില്ല. മനുഷ്യൻ്റെ മറവി അത്ര നല്ലതല്ല. എന്തുകൊണ്ട് ഇസ്രായേലിന് ഇങ്ങനെ ആളുകളെ കൊല്ലേണ്ടി വരുന്നു എന്നാണ് ചിന്തിക്കേണ്ടത്. ഭീകരർ എപ്പോഴും സാധാരണക്കാരെ ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ് വാസ്തവം. അവരൊരിക്കലും പട്ടാളത്തെ അല്ല ലക്ഷ്യമിടുന്നത്. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഈ ഭീകര പ്രസ്ഥാനത്തിന് വരുന്ന ആളുകളെ നയിക്കുന്ന ചില ചിന്തകളുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് ഈ ലോകത്തിൽ യുദ്ധം ചെയ്യണം, അവരുടെ ദൈവത്തിന് വേണ്ടി മരിച്ചു എന്ന് അവരുടെ ദൈവത്തെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ബോധ്യപ്പെടുത്തി ആ ദൈവത്തിൽ നിന്ന് പ്രതിഫലം വാങ്ങിയെടുക്കും. അതിന് അവർ ദൈവത്തിൻ്റെ ശത്രുക്കൾ, അവിശ്വാസികൾ, ഇൻഫിഡിൽസ് എന്നാണ് അവരതിനെ വിളിക്കുന്നത്. അവിശ്വാസികൾ എന്നാണ് വിളിക്കുന്നത്. അവിശ്വാസികളെ കൊന്നാൽ ദൈവത്തിന് വലിയ ഇഷ്ടമാണ് എന്നവർ വിചാരിക്കുന്നു. അവരൊഴികെ ലോകത്തിലുള്ളവരെല്ലാവരും അവിശ്വാസികളാണ്. അങ്ങനെയുള്ളവരെ വധിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനടുത്ത് അവർക്ക് വലിയ ബോണസ് കിട്ടും. ആ ബോണസ് മുഴുവൻ ലൗകിക സുഖങ്ങളാണ്, പ്രത്യേകിച്ചും ലൈംഗിക സുഖങ്ങൾ. ഈ ഒരു ഭ്രാന്തുമായി വരുന്ന കൂട്ടരെ ഒരു മനുഷ്യരെന്ന് വിളിക്കാൻ സാധിക്കും. മനുഷ്യരുടെ ഇടയിൽ ഒരുതരം പേ പിടിച്ചവരാണ്, ബുദ്ധിക്ക് പേ പിടിച്ചവരാണ്. ഈ ബുദ്ധിക്ക് പേ പിടിച്ചവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ അവർ അത്തരം ഭീകരർ എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം മറ്റു മനുഷ്യരുടെ സുരക്ഷിതത്വം തീർത്തും അവതാളത്തിലാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം, അവരുടെ പൗരന്മാരുടെ സുരക്ഷിതത്വം, അവരുടെ സ്ത്രീകളുടെ സുരക്ഷിതത്വം അവർക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. അതിന് എന്ത് വിലയും അവർ കൊടുക്കും. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ വിഷയമല്ല. 1947 ഇസ്രായേലിന് ഭൂമി വേർതിരിച്ച് നൽകിയത് മുതൽ, 1948 ഇസ്രായേൽ രാഷ്ട്രം പ്രഖ്യാപിക്കപ്പെട്ട കാലം മുതൽ തുടങ്ങിയ വിഷയമാണ്. അവരുടേതായിരുന്ന ഭൂമി അവർക്ക് 2 മില്ലേനിയത്തോളം കാലഘട്ടം അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അന്ന് അവിടെ വന്ന് കൂടാരമടിച്ച ആളുകൾ പിന്നീട് അവർ തിരിച്ചെത്തിയപ്പോൾ അത് കൊടുക്കാൻ തയ്യാറായില്ല. അവരോട് വില കൊടുത്ത് വാങ്ങി, ഭൂമി വില കൊടുത്ത് വാങ്ങി. വില കൊടുത്ത് വാങ്ങിയെടുത്ത ഭൂമിയിൽ അവർ താമസിക്കുകയും പിന്നീട് ഒരു സെറ്റിൽമെൻ്റ് എന്ന നിലയിൽ 2 രാഷ്ട്രങ്ങൾ എന്ന സിദ്ധാന്തം ഉയർത്തുകയും ചെയ്തു. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഒന്നാമത്തെ ആളുകളുടെ കൂട്ടത്തിൽ, അങ്ങനെ ഒരു സജഷൻ വെച്ചവരുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകം സ്മരിക്കേണ്ട സംഗതിയാണ്. ഇന്ത്യ എക്കാലവും ഈ 2 നേഷൻ തിയറിക്ക് വേണ്ടി, ഇന്നും നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ ഇന്നും 2 നേഷൻ തിയറിക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. അന്ന് അറബ് രാജ്യങ്ങൾ ആ 2 നേഷൻ തിയറി അംഗീകരിച്ചിരുന്നുവെങ്കിൽ അന്ന് 1948 ആ പ്രശ്നം തീരുമായിരുന്നു. അത് അംഗീകരിക്കാതെ അറബ് രാജ്യങ്ങൾ പാലസ്തീന പ്രദേശം മുഴുവൻ തങ്ങളുടെ കൈകളിൽ ഒതുങ്ങി നിൽക്കണം, തങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ കഷ്ണമായി വീതിച്ചെടുക്കണം, ഈജിപ്തിനും ജോർദാനും ലെബനോണുമായി വീതിച്ചെടുക്കണം, സിറിയയ്ക്കും ഒരു പാർട്ട് സിറിയയ്ക്കും ആയി വീതിച്ചെടുക്കണം എന്നുള്ള അത്യാഗ്രഹം കൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് ഇറങ്ങി വരുത്തി വെച്ച വിനയുടെ ബാക്കി പത്രമാണിത്. അതിനുശേഷം പിന്നീട് ഇറാനിൽ വന്ന മതമൗലികവാദികളുടെ ഭരണകൂടം ഈ പ്രശ്നം ഏറ്റെടുക്കുന്നു. അതിനിടയിലൂടെ അൽ-ഖ്വയ്ദ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം, ഇതിൻ്റെ പേര് പറഞ്ഞ് ലോകം മുഴുവൻ ഭീകരത വിളമ്പി നടന്നതെന്ന് നമുക്കറിയാം. അമേരിക്കയിലെ ട്വിൻ ടവേഴ്സ് അവർ ആക്രമിച്ചത് എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. 9/11 അറ്റാക്ക് എന്നാണ് വിളിക്കുന്നത്. 2001 സെപ്റ്റംബർ 11 അവർ ട്വിൻ ടവറുകൾ ആക്രമിക്കുന്നു. 2097 മനുഷ്യരാണ് അവിടെ കൊല്ലപ്പെട്ടത്. ഇവരാരെങ്കിലും യോദ്ധാക്കളായിരുന്നു? അവിടെ ജോലി ചെയ്യാൻ പോയ മനുഷ്യർ. അവർക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. അവരെ
കൊന്ന് സ്വർഗത്തിൽ പോകാൻ വേണ്ടി വന്ന ഭീകരന്മാർ 17 പേരാണ്. അവരുമായി യാതൊരു വഴക്കുമില്ലാത്ത വെറും സാധാരണക്കാരായ മനുഷ്യർ, ജോലി ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യർ, അവരെ കൊന്നിട്ടാണ് ഞങ്ങൾ ജയിച്ച് എന്ന് പറഞ്ഞ ഗോഗ്വാ വിളികൾ ഇവർ ഉയർത്തി. അവരോട് ക്ഷമിക്കണമെന്നാണ് പറയുന്നത്. അവരോടങ്ങ് ക്ഷമിച്ചേക്കാം. അമേരിക്കയ്ക്ക് ഇങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയും? നാളെ അവരുടെ ഏത് ടവറാണ് ഈ കൂട്ടർ ആക്രമിക്കുക എന്ന് പറയാൻ കഴിയും? 25,000-ഓളം ആളുകൾക്കാണ് പരിക്കേറ്റത്. രാഷ്ട്രത്തിന് വലിയ മുറിവുണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. അവരത് വലിയ കേമമായി പറയും. പക്ഷേ സാധാരണക്കാരായ മനുഷ്യർ, എന്നും ലക്ഷ്യം വെക്കപ്പെടുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ്. നമ്മുടെ നാട്ടിൽ എത്ര ഭീകരാക്രമണം ഉണ്ടായി? 2006 ഇന്ത്യൻ ട്രെയിൻ ബോംബിങ്ങിൽ 209 ആളുകൾ വധിക്കപ്പെട്ടു. 2008 നവംബർ 26 മുംബൈയിൽ ഭീകരന്മാർ താജ് ഹോട്ടലടക്കം കടന്നു കയറി 3-4 ദിവസത്തോളം ഭീകരത വിതച്ച് 175ഓളം ആളുകളെ വധിച്ചു കളഞ്ഞു. ഇവരറിയപ്പെട്ട ആൾക്കാരായിരുന്നു. ഈ ഇസ്ലാം ഭീകരരുമായി ഈ വധിക്കപ്പെട്ട 175 പേർക്ക് എന്ത് പ്രശ്നമാണ് ഉണ്ടായിരുന്നത്? നമ്മുടെ നാട്ടിൽ എങ്ങനെ ഇത് മറക്കാൻ കഴിയും? എവിടെയാണ് ഇവർ ചെയ്യാത്തത്? ശ്രീലങ്കയിലെ ദേവാലയത്തിൽ വിശുദ്ധ ബലിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന 300 മനുഷ്യരെ ഒരുത്തൻ പൊട്ടിത്തെറിച്ച് കൊന്നുകളഞ്ഞു. ഇവരാരെങ്കിലും ഈ പറഞ്ഞ ഇസ്ലാം ഭീകരതയ്ക്കെതിരെയോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ദൈവത്തിനെതിരെയോ വഴക്കുണ്ടാക്കുന്നവരാണ്. ഇത്തരം ഭ്രാന്ത് കാട്ടുന്നവരോട് ലോകത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ഓരോ രാജ്യത്തിനും അവരവരുടെ പൗരന്മാരെ സുരക്ഷിതരാക്കേണ്ടത് അവരുടെ ചുമതലയാണ്. ട്വിൻ ടവർ ആക്രമിച്ച മുഹമ്മദ് ആറ്റ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറുണ്ട്, ഈജിപ്തുകാരനാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തിന് അയച്ച ഒരു എഴുത്ത് വളരെ പ്രശസ്തമാണ്. അദ്ദേഹം പറഞ്ഞത്, ഈ കത്ത് നിന്റെ കൈകളിൽ എത്തുമ്പോഴേക്കും ഞാൻ സ്വർഗത്തിൽ വലിയ കണ്ണുകളുള്ള അതിസുന്ദരിമാരായ സ്ത്രീകളുടെ മടിയിൽ, അവരുടെ അവയവ ഭംഗിയൊക്കെ വളരെ ഭംഗിയായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്, അവരുടെ മടിയിൽ ഞാൻ കിടക്കുകയായിരിക്കും എന്നാണ്. അങ്ങനെയുള്ള ആളുകളുടെ മടിയിൽ വിശ്രമിക്കുവാൻ വേണ്ടി ഒരവസരം, നിങ്ങൾ ഒരു മതത്തിന് വേണ്ടി നടത്തുന്ന ഒരു യുദ്ധത്തിനാണ് നിങ്ങൾ എന്നെ ഒന്ന് കൊന്നുക എന്ന് പറഞ്ഞു വരുന്ന പേ പിടിച്ച മനുഷ്യർ, ഈ മനുഷ്യരോട് ലോകത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? മതഭീകരത എന്ന് പറയുന്നത് ഇതാണ്. തലയ്ക്കുള്ളിൽ പേയുമായി വരുന്ന മനുഷ്യരാണ്. അവർ ഒരിക്കലും മാനവരാശിയുടെ സുഹൃത്തുക്കളല്ല, മാനവരാശിയെ ഇല്ലായ്മ ചെയ്യാൻ വരുന്നവരാണ്. ബാക്കിയുള്ളവരെയൊക്കെ അവിശ്വാസികൾ എന്ന പേരിൽ തൻ്റെ ദൈവത്തിന് വേണ്ടി കൊന്നാൽ തനിക്ക് സ്വർഗം കിട്ടുമെന്നും ഓരോ മരണത്തിനും ബോണസായി തനിക്ക് കൂടുതൽ സുന്ദരിമാരെ ലഭിക്കുമെന്നും വിചാരിക്കുന്ന ഈ കൂട്ടരോട് ലോകത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഇസ്രായേലിന്റെ മണ്ണിൽ ജീവിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെയും, ഓരോ മനുഷ്യരുടെയും, ഓരോ പൗരന്റെയും ജീവൻ ഉറപ്പിക്കാൻ വേണ്ടിയാണ് 1 വർഷത്തിനിപ്പുറവും ഇത്രയും അധികം പണം മുടക്കി, ഇത്രയും അധികം പട്ടാളക്കാരുടെ ജീവൻ കുരുതി കൊടുത്ത് അവർ യുദ്ധം ചെയ്യും. ഈ പറയുന്ന ഭീകരന്മാർ ആയുധം വെച്ച് കീഴടങ്ങിയാൽ അന്ന് ഈ പ്രശ്നം തീരുമല്ലോ. എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? ഈ കൊല്ലപ്പെടുന്ന നിരപരാധികളായ മനുഷ്യർ മുഴുവൻ ഭീകരന്മാരെ തങ്ങൾക്ക് മനുഷ്യമറയായി ഉപയോഗിച്ചവരാണ്. ഗാസ സ്ട്രിപ്പിലെ ആശുപത്രികളുടെ ബങ്കറുകളുടെ, കാർ പാർക്ക് ചെയ്യുന്ന അണ്ടർഗ്രൗണ്ട് ഏരിയകളുടെ താഴോട്ടാണ് ടണലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവരുടെ 50 അടിയോളം 100 അടിയോളം ഒക്കെ താഴെ പോകുന്ന വലിയ ടണലുകളുണ്ട്. ആ ടണലുകളിലാണ് ഭീകരന്മാർ താവളമടിക്കുന്നത്. ഇത്തരം ടണലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹോസ്പിറ്റലുകളുടെയോ സ്കൂളുകളുടെയോ അല്ലെങ്കിൽ പൊതുസ്ഥാപനങ്ങളുടെയോ പാർക്കിംഗ് ഏരിയകളിൽ നിന്നാണ്. അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഏരിയകൾ, ചില സ്ഥാപനങ്ങൾക്ക് ബങ്കറുകളുണ്ട്. അങ്ങനെയുള്ള ബങ്കറുകളുടെ താഴെ നിന്നാണ് ഇത്തരം സംഗതികൾ തുടങ്ങുന്നത്. സ്വാഭാവികമായും മിസൈലുകൾ അത്തരം സ്ഥാപനങ്ങളുടെ മേലെ വീഴും. ഇസ്രായേലിനെ സംബന്ധിച്ച് യുദ്ധം ചെയ്യുമ്പോൾ അവരുടെ ജീവൻ രക്ഷിച്ചുകൊണ്ട് എല്ലാ രാജ്യങ്ങളും യുദ്ധം ചെയ്യാറുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുകയാണെങ്കിൽ യുദ്ധത്തിൻ്റെ തൊട്ട് മുൻപ് അല്ലെങ്കിൽ യുദ്ധത്തിന് മുൻപ് നമ്മൾ ആ പ്രദേശത്തുള്ള സാധാരണക്കാരെ മുഴുവൻ അതിൻ്റെ ബൗണ്ടറിയിൽ നിന്ന് ഒഴിപ്പിച്ച് നിൽക്കും. ഷെല്ലുകളൊന്നും വീഴാത്ത ഭാഗങ്ങളിലേക്ക് ആളുകളെ ഒഴിപ്പിച്ച് നീക്കിയതിന് ശേഷം മാത്രമേ കരയുദ്ധം സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. ഇനി എയർഫോഴ്സ് യുദ്ധങ്ങളാണെങ്കിൽ പോലും സ്ട്രാറ്റജിക് പോയിന്റുകളെ മാത്രമാണ് ലക്ഷ്യം വെക്കുക. സാധാരണക്കാരുടെ തലയിലല്ല ബോംബ് കൊണ്ടിരുന്നത്. ഇവിടെ ഹിസ്ബുള്ളയുടെ ഭീകരന്മാർ ലെബനോൺ എന്നുള്ളത് വലിയ പട്ടണമാണ്. വലിയ പട്ടണത്തിന്റെ നടുക്കാണ് അവർ പോയി താമസിക്കുന്നത്. ഒരു യുദ്ധം വരുമ്പോൾ സ്വാഭാവികമായും ഹിസ്ബുള്ള ഭീകരന്മാർ ആക്രമിക്കപ്പെടുമെന്നുള്ളത് കോമൺ സെൻസ് ആണ്. അങ്ങനെയുള്ളവരെ പൊതുജനത്തിന്റെ ഇടയിൽ പോയിരുന്നാൽ ബോംബിടുമ്പോൾ ആരുടെ തല വീഴും? പൊതുജനത്തിന്റെ തല വീഴും. അവര് ബോംബിനെ ഇൻവൈറ്റ് ചെയ്ത് സാധാരണ ആളുകളുടെ തലയിൽ കൊണ്ട് ഇടിവിച്ചിട്ട് ഇതിന്റെ എണ്ണമെടുത്ത് ലോകത്തെ കാണിച്ചിട്ട് പറയുകയാണ്, ഞങ്ങളെ ബോംബിട്ട് കൊന്നേ. എരവാദം എന്നാണ് ഇതിന്റെ പേര്. അവർക്ക് അവരുടെ ജനത്തോട് സ്നേഹമില്ല. അവരുടെ ജനത്തെ അവർ മറയായി ഉപയോഗിക്കുന്നു. കാരണം ഈ ജനത്തെ രക്ഷിക്കാനല്ല ഇവർ യുദ്ധം ചെയ്യുന്നത്. ഇവർ യുദ്ധം ചെയ്യുന്നത് സ്വർഗത്തിലെ അവർ വിചാരിക്കുന്ന ഏതോ ഒരു ഗോത്രദൈവത്തെ പ്രീതിപ്പെടുത്താമെന്നും ആ ദൈവത്തിൽ നിന്നും ബോണസുകൾ വാങ്ങിയെടുക്കാമെന്നും അങ്ങനെ മരിച്ച സ്വർഗത്തിൽ ചെന്ന് ആമ്രാദിച്ച് ജീവിക്കാമെന്നും വിചാരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നവർ. ലോകത്തിന്റെ വളർച്ചയിൽ BC കാലഘട്ടത്തിലൊക്കെ നമ്മൾ നോക്കിയാൽ ഇങ്ങനെ നിരവധി ഗോത്രങ്ങളും ഗോത്രദൈവങ്ങളും ഉണ്ട്. ഗോത്രദൈവങ്ങളുടെ കൺസെപ്റ്റുകളിൽ നിന്ന് ലോകത്തെ രക്ഷിച്ചത് പ്രധാനമായും ക്രിസ്തുമതവും ഹിന്ദുമതവും. ക്രിസ്തുമതത്തിൽ യേശു കൊണ്ടുവന്ന കൺസെപ്റ്റാണ് സഹോദരനെ സ്നേഹിക്കുക. ആരാണ് സഹോദരൻ എന്ന ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത ഉപമയുണ്ട്. ആ ഉപമയിൽ ശത്രുവിനെ സഹോദരനായി കാണാനാണ് പറയുന്നത്. ഇസ്രായേലിന്റെ ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യം അന്ന് സമേറിയ യൂദയ എന്നിങ്ങനെ 2 വിഭാഗങ്ങളായി വേർപെട്ട് നിന്നിരുന്നു.
സമേറിയക്കാരും യൂദയക്കാരും ശത്രുക്കളായിരുന്നു. യേശു പറയുന്ന ആരാണ് നല്ല സഹോദരൻ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഉപമയിൽ ഒരു യഹൂദനെ ഒരു സമേറിയക്കാരൻ സഹായിക്കുന്നതായിട്ടാണ് പറയുന്നത്, ശത്രു സഹായിക്കുന്നതായിട്ടാണ്. ഒരു മുസൽമാനെ ഹിന്ദു സഹായിക്കുന്നത് പോലെയോ ഒരു ഹിന്ദുവിനെ ക്രിസ്ത്യാനി സഹായിക്കുന്നത് പോലെയൊക്കെയാണ് ആ ഒരു ഉപമയിൽ വന്നിട്ടുള്ളത്. മനുഷ്യരെ സഹായിക്കുക. അവിടെ മതത്തിൻ്റെ പേരിലോ വേറെ എന്തിൻ്റെ വർഗത്തിൻ്റെ പേരിലോ ഒന്നും മനുഷ്യരെ വേർതിരിക്കുന്നതായി നമുക്ക് കാണാനാവില്ല. ഇതേ കൺസെപ്റ്റാണ് ഇന്ത്യയിൽ വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ പ്രാർത്ഥന അവസാനിക്കുന്നത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സന്തുഷ്ടി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നവർ മാത്രം സുഖമായി ജീവിക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ വർഗ്ഗക്കാർ മാത്രം സുഖമായി ജീവിക്കട്ടെ എന്നിങ്ങനെയല്ല പ്രാർത്ഥന അവസാനിക്കും. ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും സുഖമുണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥന. ഫിലോസഫിയുള്ള എല്ലാ റിലീജിയനും ആധുനിക യുഗത്തിലേക്ക് ആധുനിക ചിന്തകളിലേക്ക് വന്നിട്ടുള്ള എല്ലാ റിലീജിയനും പ്രാർത്ഥിക്കുന്നത് ഇതാണ്: ലോകത്തിൽ മുഴുവൻ മനുഷ്യരും സമാധാനത്തോടെ ജീവിക്കട്ടെ എന്നാണ്. അതിനെതിരെ വളരെ ചുരുക്കം ആളുകളുടെ ഒരു ഭീകര സംഘം ലോകത്തിൻ്റെ ഈ ചിന്തകൾക്കെതിരെ ഞങ്ങൾ മാത്രം ജീവിച്ചാലും മതി എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവികമായ പ്രതികരണമാണ് ഇന്ന് ഭീകര പ്രസ്ഥാനങ്ങൾക്കെതിരെ ലോകത്തിൽ പലയിടത്തും നടക്കുന്ന ഇത്തരം യുദ്ധങ്ങൾ. അതിൽ പ്രധാനമായതാണ് ഇസ്രായേൽ ഇന്ന് നേരിടേണ്ടി വരുന്ന, അവരുടെ ഗതികേട് കൊണ്ട് അവർക്ക് ചെയ്യേണ്ടി വരുന്ന ഈ യുദ്ധം എന്ന് മനസ്സിലാക്കണം. ഇരവാദം കൊണ്ടൊന്നും ഇത്തരം കാര്യങ്ങളെ ബുദ്ധിയുള്ള മനുഷ്യരുടെ കണ്ണിൽ നിന്ന് മറച്ചു വയ്ക്കാനാവില്ല. ഇത്തരം ചിന്തകളിൽ നിന്ന് ഇസ്ലാമിക ലോകമൊക്കെ എത്രയോ ബഹുഭൂരിഭാഗം മുൻപോട്ട് പോയിരിക്കുന്നു. അവരൊക്കെ മനുഷ്യരായി കാണാൻ പഠിച്ചു. ഈ ഇറാനിലുള്ള ഭീകര ഭരണകൂടം പോലെ, അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലുമൊക്കെയുള്ള അപൂർവമായിട്ടുള്ള ഭീകരവാദികളെ പോലെയുള്ള അപൂർവം ചിലർ മനുഷ്യർ മാത്രമാണ് തലയിൽ ഇത്തരം പേയും ചുമന്ന് നടക്കുന്നത്. അത്തരം ആളുകളുടെ തലയിൽ നിന്ന് അത്തരം ഇരുട്ട് മാറിപ്പോകട്ടെ എന്ന്. ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും, ഇവിടെ ജനിച്ച മുഴുവൻ മനുഷ്യർക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ടെന്നും മുഴുവൻ മനുഷ്യരുടെയും സൃഷ്ടാവാണ് ദൈവമെന്നും അതുകൊണ്ട് മനുഷ്യരെല്ലാവരും സഹോദരന്മാരാണെന്ന് തിരിച്ചറിയുന്ന ഒരു കാലമുണ്ടാവട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ഭീകരവാദം ലോകത്തിൽ ഇല്ലാതായിപ്പോട്ടെ.